ഓക്കെ ഓക്കെ സർ, ആക്ച്വലി ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് താങ്കളുടെ ഇഷ്യൂ വന്നിട്ട് താങ്കൾക്ക് ഓൺ ടൈം പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയിട്ടില്ല എന്ന റീസണിൽ താങ്കളുടെ പ്രോഡക്റ്റിന് ഇവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ട്. സോ താങ്കളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓൺ ഓർ ബിഫോർ 12-ാം തീയതി ആഗസ്റ്റിലേക്ക് താങ്കൾക്ക് കൺസേൺ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇതിനായിട്ടുള്ള അപ്ഡേറ്റ് വരുന്നതായിരിക്കും സർ. ഓക്കെ, ഇതിപ്പോ 3 പ്രാവശ്യമായി വിളിക്കുന്നുണ്ട് കസ്റ്റമർ കെയറിനെ. അന്നേരം ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തെങ്ങനെ? അതെ സർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ താങ്കൾക്ക് ഓൺ ടൈം ഡെലിവേർഡ് ആയിട്ടില്ല എന്ന റീസണിൽ തന്നെയാണ് ഇവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുള്ളത്. സോ താങ്കളൊന്ന് വെയിറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി താങ്കൾക്ക് കൺസേൺ ടീമിന്റെ ഭാഗത്തുനിന്ന് ഓൺ ഓർ ബിഫോർ 12-ാം തീയതി ആഗസ്റ്റ് താങ്കൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. കൺസേൺ ടീമിന്റെ ഭാഗത്തുനിന്ന്. അതെ സർ, ഈ പ്രോഡക്റ്റ് താങ്കളുടെ നിയറസ്റ്റ് ഹബ്ബുക്കും എത്തിയിട്ടുണ്ട്. പിന്നെന്താ ഇത്ര ഡിലേ ആണ്? നമുക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അത് വഴിയില്ല. ഇല്ല സർ, ഓർഡർ ഫോർ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് മാർക്കാവുന്ന സമയത്തായിരിക്കും. നിങ്ങൾക്കും അവിടെ നിന്നുകൊണ്ട് അറിയാൻ പറ്റില്ല ഇത് ആരുടെയിലാണ് എത്തിയിരിക്കുന്നത്. അതെ അതെ, അവിടെ ഒരു സൂപ്പർവൈസർ കാണുമല്ലോ. അതെ സർ, അവരെ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല നിങ്ങൾക്ക്. ഞങ്ങൾക്ക് വരണ്ട. ഓക്കെ സമയത്ത് ഓക്കെ. നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് അത് തിരക്കാനോ അത് ഒന്ന് കറക്റ്റ് ചെയ്യാനോ പറ്റില്ല. അതെ സർ, നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് തന്നെയാണ് താങ്കളുടെ ഇഷ്യൂ വന്നിട്ട് കൺസേൺ ടീമിലേക്ക് കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് താങ്കൾക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നത് ഓൺ ഓർ ബിഫോർ 12th ആഗസ്റ്റിലേക്കാണ് സർ. ഇതിപ്പോ ഓഗസ്റ്റ് 8 എത്ര സാധനം ഇതുവരെ ഇങ്ങനെ 12 കൊണ്ട് ഇങ്ങനെ പോയി നാളെ കൊണ്ട് ഇതെന്താ ഇങ്ങനെ കളിപ്പിക്കുക? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഐ എം റിയലി സോറി. താങ്കളൊന്ന് ഈ പ്രാവശ്യം ഒന്ന് വെയിറ്റ് ചെയ്തേക്കും. ഡെഫിനറ്റ്ലി താങ്കൾക്ക് അപ്ഡേറ്റ്. എന്താ സർ? അതിന് താങ്കളൊന്ന് വെയിറ്റ് ചെയ്യാൻ. 12th ആഗസ്റ്റിലേക്ക് താങ്കൾക്ക് ഉദ്ദേശിക്കുന്നത് ഇന്ന് കിട്ടുമെന്ന് ചോദിക്കുന്നത്. ഇന്ന് വെയിറ്റ് ചെയ്യണോ അതോ നാളത്തേക്ക് വെയിറ്റ് ചെയ്യണോ അതോ ഒരാഴ്ച കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണോ? 12-ാം തീയതി ഇവർക്കൊന്ന് വെയിറ്റ് ചെയ്തേക്കും സർ. 12-ാം തീയതി ഓണർ ബിഫോർ 12-ാം തീയതി സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു സംസാരിക്കുന്നു നിങ്ങളത് ഇങ്ങനെ. ഇതിന്റെ ആക്ച്വൽ ഡെലിവറി ഡേറ്റ് നിങ്ങൾ നോക്കിയതിനകത്ത് അതന്നെ സർ, ഓൺ ടൈം പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയിട്ടില്ല എന്ന റീസണിലാണ് ഇവിടുന്ന് കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുള്ളത്. സോ താങ്കൾക്ക് പ്രോഡക്റ്റ് ഡെലിവേർഡ് ആവണോ എന്ന റീസണിലാണ് കംപ്ലൈന്റ് എല്ലാം രജിസ്റ്റർ ആയിട്ടുള്ളത് സർ. ക്യാഷ് ഓൺ ഡെലിവറി പിന്നെ ഒരു സമാധാനമുണ്ട്. ക്യാഷ് എങ്കിലും കയ്യിലുണ്ട്. എങ്ങനെയെങ്കിലും വേറെ ഓപ്ഷൻ നമുക്ക് ആമസോണോ വേറെ എവിടുന്നെങ്കിലോ പർച്ചേസ് ചെയ്യാനായിക്കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്യാഷും പോയി സാധനവും ഇല്ല. എന്താന്ന് വെച്ചാല് മാസാവസാനം കയ്യില് സാലറിയും കിട്ടിയിട്ടില്ല. അത് ഓർഡർ ചെയ്ത് പോവുകയും ചെയ്തു. ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ വിളിക്കുന്നത്. നിങ്ങൾ ഈ കംപ്ലൈന്റ് പറയുമ്പോൾ നിങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ല. ഓൾറെഡി വിശ്വാസം ഉണ്ടായിരുന്നു. 2 ഡേയ്സിനുള്ളിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇല്ലാതായി. ഒരു ദിവസം കൂടെ നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്തു. അതായത് 10-ാം തീയതി. ആക്ച്വലി അത് 9-ാം തീയതി വരണ്ടായിരുന്നു. 10-ാം തീയതി വരെ വെയിറ്റ് ചെയ്ത് ഇന്ന് 11-ാം തീയതി സ്റ്റിൽ റണ്ണിങ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്നെങ്കിലും കിട്ടുമായിരിക്കും ഒന്ന്. നിങ്ങളിപ്പോ പറയുന്നത് നാളത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ, വെയിറ്റ് ചെയ്യും. നാളത്തേക്ക് ഉറപ്പില്ല നിങ്ങൾക്കും. ശരിയല്ലേ? ഓൾറെഡി കോൾ റെക്കോർഡിംഗ് ആണ്. ഞങ്ങള് ജസ്റ്റ് നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാ സമൂഹ മാധ്യമങ്ങളും ചെയ്യാന്നുള്ള രീതിയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഞങ്ങൾ ഓർഡർ ചെയ്ത ഡേറ്റ് ഒന്ന് പറയാമോ? ഓക്കെ സർ, ഒരു മിനിറ്റ്. ഓക്കെ സർ, താങ്കൾ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് വന്നിട്ട് 8th ആഗസ്റ്റ് ആണ് സർ. നമുക്ക് എന്നാ ഡെലിവറി ചെയ്യേണ്ട ഡേറ്റ്? താങ്കൾക്ക് 10th ആഗസ്റ്റിലേക്കായിരിക്കും ഡെലിവേർഡ് ആവേണ്ടത്. 10-ാം തീയതി. ഓക്കെ, ഞങ്ങൾക്ക് ഡെലിവറി ഡേറ്റ് ഫസ്റ്റ് കാണിച്ച ഏത് ഡേറ്റ് ആയിരുന്നു? 9th ആയിരുന്നു സർ. 9th ആയിരുന്നു അല്ലേ? അതെ, 9th ആയിരുന്നു. അപ്പൊ ഡെലിവറി ഡേറ്റ് നിങ്ങൾ ഓൾറെഡി ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് 9th ഡേറ്റ് കാണിച്ച്. അത് ഒരു മിനിറ്റ്. ഓൾറെഡി 9th ഡേറ്റ് ഞങ്ങളെ കാണിച്ച്. അതായത് ഓഗസ്റ്റ് 9th നിങ്ങൾ ഡെലിവറി ചെയ്യാന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അതെ സർ. അപ്പൊ ഞങ്ങൾ 10th നിങ്ങൾ ഡെലിവറി ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. എന്നിട്ട് നിങ്ങൾ 9th ഞങ്ങൾക്ക് കാണിച്ചാണോ? അതെ സർ, താങ്കൾക്ക് 9th ഡെലിവേർഡ് ചെയ്യാൻ പറ്റില്ല എന്ന കാരണം കൊണ്ട് താങ്കൾക്ക് 10th അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 11-ാം തീയതി 11th ആണ്. അപ്പൊ ഇന്നും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. താങ്കൾക്ക് 10-ാം തീയതി ഡെലിവേർഡ് ആയിട്ടില്ല എന്ന റീസണിലാണ് താങ്കളുടെ കംപ്ലൈന്റ് ഇവിടെ രജിസ്റ്റർ ആയിട്ടുള്ളത്. പക്ഷെ കൺസേൺ ടീമിന്റെ ഭാഗത്തുനിന്ന് അവര് ചെക്ക് ചെയ്യുന്നതായിരിക്കും എന്തിനാണ് ഓൺ ടൈം പ്രോഡക്റ്റ് ഡെലിവേർഡ് ആവത്തെന്ന് പറഞ്ഞിട്ട് അവര് ചെക്ക് ചെയ്തിട്ട്
ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാനിരിക്കുന്ന ഒരു കസ്റ്റമർ എന്ന റേഞ്ചിൽ ഞങ്ങൾ അത് ക്ഷമിച്ചിരിക്കുന്നു. 10-ാം തീയതി നിങ്ങൾക്ക് പറ്റിയില്ല, അല്ലെ 10-ാം തീയതി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു കംപ്ലൈന്റ്, ഓക്കെ അല്ലേ? 11-ാം തീയതി നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുമല്ലോ. ഞങ്ങളുടെ നിയറസ്റ്റ് ഹബ്ബിൽ സാധനം ഉണ്ട്, അതായത് കൊപ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹബ്ബുണ്ട്, അവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്, ശരിയല്ലേ? താങ്കളുടെ വോയിസ് ഇപ്പൊ ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇപ്പൊ ഞങ്ങളുടെ നിയറസ്റ്റ് ഹബ്ബിൽ പ്രൊഡക്റ്റ് ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്, അതായത് കൊപ്പോളി എന്ന് പറയുന്ന സ്ഥലത്ത്, ശരിയല്ലേ? 10-ാം തീയതി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 11-ാം തീയതി ഒരു ആക്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അത് 11-ാം തീയതി ഇന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഓഗസ്റ്റ് 11-ന് ഒന്ന് തരാൻ പറ്റുമോ? ആസ് പെർ അപ്ഡേഷൻ എന്താണ് ഉണ്ടാവും അതിനായിരിക്കും എനിക്ക് താങ്കൾക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഞങ്ങൾ അതും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് 12-ാമത്തെ ഡേറ്റില് 12-ാം തീയതി, അതായത് നാളെ ഓഗസ്റ്റ് 12-ാം തീയതി എങ്കിലും അത് തരാൻ പറ്റുമോ ഉറപ്പുണ്ടോ? താങ്കളൊന്ന് വെയിറ്റ് ചെയ്യാൻ. കൺസേൺ ടീമിന്റെ ഭാഗത്ത് എസ്കലേറ്റ് ചെയ്തിട്ടില്ലത്. എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ കൺസേൺ ടീമിന്റെ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ മാഡം. അതെ സർ, താങ്കളൊന്ന് വെയിറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഓൺ ഓർ ബിഫോർ 12th ആഗസ്റ്റിലേക്ക് താങ്കൾക്ക് കൺസേൺ ടീമിന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് കിട്ടുന്നത്. എന്തോ ടീമോ? കൺസേൺ ടീമോ? കൺസേൺ ടീമിന്റെ ഭാഗത്ത് ആ ടീമിന്റെ അവരുടെ വർക്ക് എങ്ങനെ, എന്താ അവര് ചെയ്യുന്നത്? നിങ്ങളുടെ ടീം എന്താ ചെയ്യുന്നത്? അവരെന്ത് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളൊന്ന് പറഞ്ഞുതരാമോ? അതെ സർ, അവര് ചെക്ക് ചെയ്യുന്നതായിരിക്കും. എന്തിനാണ് പ്രോഡക്റ്റ് ഡെലിവേർഡ് ആവാത്തത്, ഓൺ ടൈം പ്രോഡക്റ്റ് ഡെലിവേർഡ് ആവാത്തതെന്ന് പറഞ്ഞിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് താങ്കൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്കളൊന്ന് വെയിറ്റ് ചെയ്യാം. ഓൺ ഓർ ബിഫോർ 12th ആഗസ്റ്റിലേക്ക് താങ്കൾക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും സർ. വരുന്നതായിരിക്കും. എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയുന്നുണ്ടോ? ഒരു പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാനെ കൊണ്ട് ഇരിക്കുന്ന ഒരു കസ്റ്റമർ 9th കിട്ടുമെന്ന് പറയുന്നു, 10th കിട്ടുമെന്ന് പറയുന്നു, 11th കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12th അവര് നിങ്ങളെ എന്തോ ടീം പോയി അന്വേഷിച്ചിട്ട് അതിന്റെ അപ്ഡേറ്റ് തരാമെന്ന് പറയുന്നു. ഇതല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കസ്റ്റമർ സർവീസ് സപ്പോർട്ടിൽ എന്താണ് അവിടെ ചെയ്യുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇതൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ അവിടെ കൊണ്ട് ഇഷ്യൂ തീരുമ്പോഴല്ലേ ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന് ഫലം ഉണ്ടാകുന്നുള്ളൂ. ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ. ഇപ്പോഴും കാണിക്കുന്നത് എന്താന്ന് പറഞ്ഞ ഇന്ന് വരുമെന്നാ കാണിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ 4:30 സാധനം നിങ്ങൾക്ക് എത്തുമെന്നാ കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോഴും ഞങ്ങളുടെ സൊല്യൂഷൻ തീർന്നില്ല. ഇപ്പൊ സമയം 4:30 കഴിഞ്ഞിട്ട് 12:20 8 മണിക്കൂറായി. അപ്പോഴും ഞങ്ങളുടെ സൊല്യൂഷൻ അവിടെ